ഹലോ, ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ഒക്കെ വളരെ നിസ്സാര വിലക്ക് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന മൈക്കൊന്നും കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കാണിച്ചത്. ഇതുപോലെ നമുക്ക് മൈക്ക് ഇൻപുട്ട് ഇല്ലാത്ത കാർ സ്റ്റീരിയോ, ഓഡിയോ സിസ്റ്റങ്ങൾ, ആംപ്ലിഫയർ എന്നിവയിലേക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ബ്ലൂടൂത്ത് കണക്ഷൻ ഇല്ലാത്ത ആംപ്ലിഫയർ, കാർ സ്റ്റീരിയോ, ഓഡിയോ സിസ്റ്റങ്ങൾ എന്നിവയിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു മാജിക് ബോക്സ് നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പലരും ആവശ്യപ്പെട്ടതാണ് മൈക്ക് ഇൻപുട്ട് ഇല്ലാത്ത ഓഡിയോ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ഏറ്റവും നിസ്സാരമായിട്ട് മൈക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത്. അത് പ്രകാരം നിങ്ങളുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കാർ സ്റ്റീരിയോയിലും വീട്ടിലെ സൗണ്ട് സിസ്റ്റത്തിലും ഇവ അഴിച്ചു പണിയാതെ എങ്ങനെ സിമ്പിളായിട്ട് മൈക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ മാജിക് ബോക്സ് നിർമ്മിച്ചതുപോലെ വീട്ടിലെ 230 വോൾട്ട് എ സിയിലും വാഹനങ്ങളിലെ 12 വോൾട്ട് ഡി സിയിലും വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതും നമ്മൾ നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മൾട്ടിപർപ്പസ് ക്യാബിനറ്റ് ആവശ്യമാണ്. ഞാനിവിടെ മൈക്കിൻ്റെ സോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വലിയ മൾട്ടിപർപ്പസ് ക്യാബിനറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരം ക്യാബിനറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കാർ സ്റ്റീരിയോ നിർമ്മിക്കുന്നതും ആംപ്ലിഫയർ നിർമ്മിക്കുന്നതും മാജിക് ബോക്സ് നിർമ്മിക്കുന്നതും വീഡിയോ പ്ലെയർ നിർമ്മിക്കുന്നതും എല്ലാം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇത്തരം മൾട്ടിപർപ്പസ് ക്യാബിനറ്റുകൾ വലുതും ചെറുതുമെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം ക്യാബിനറ്റുകളും ഇവ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഉപകരണങ്ങളും നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈ മൾട്ടിപർപ്പസ് ക്യാബിനറ്റിലേക്ക് വേണ്ട കണക്ടറുകളും സ്വിച്ചുകളും എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ക്ലാമ്പ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെയൊക്കെ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ മറ്റു പ്രതലങ്ങളിലൊക്കെ ഇതുപോലെ മുകളിലേക്കാക്കിയിട്ടോ അല്ലെങ്കിൽ താഴേക്കാക്കിയിട്ടൊക്കെ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ കവർ ഇതുപോലെ ഊരി മാറ്റിയതിനു ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് സ്വിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള കണക്ടറുകളെല്ലാം നെറ്റ് ഉപയോഗിച്ചിട്ട് മുറുക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് അതെല്ലാം ഈ കേസിലേക്ക് മുറുക്കി വെക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്ന ബ്ലൂടൂത്ത് USB പാനൽ മൈക്ക് ഓപ്ഷനോട് കൂടിയുള്ളത് G-Star കമ്പനിയുടേതാണ്. ഇവരുടെ പഴയ ഒരു മോഡൽ വെച്ചിട്ട് മൈക്ക് ആംപ്ലിഫയർ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിന് ഒരുപാട് ഓപ്ഷൻസും കൂടുതലുണ്ട്. വേറെ നമുക്ക് ഉപയോഗിക്കാനും വളരെ സൗകര്യമാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇത് നിർമ്മിക്കുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇതിൻ്റെ ബോക്സിനകത്തുള്ള സാധനങ്ങൾ ഇവയൊക്കെയാണ്. ഒരു റിമോട്ട് കൺട്രോൾ, അതുപോലെ ഒരു മൈക്ക് സോക്കറ്റ്, പിന്നെ ബ്ലൂടൂത്ത് പാനലുണ്ട്, പിന്നെ ഒരു എൻകോഡർ, അതുപോലെ കണക്ഷൻ വയർ. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഈ ബോക്സിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് എൻകോഡറും അതുപോലെ തന്നെ മൈക്ക് സോക്കറ്റും പുറത്തേക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ കേസിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ബ്ലൂടൂത്ത് പാനലിൽ കണക്ഷനൊക്കെ കൊടുക്കാനുണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ അത് സ്ക്രൂ ചെയ്ത് വെക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മൾട്ടിപർപ്പസ് ക്യാബിനറ്റിൽ സ്വിച്ചും മറ്റു കണക്ടറുകളും മൈക്ക് സോക്കറ്റും എൻകോഡറും എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വയറിംഗ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് പാനലിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള വയറുകളെല്ലാം അതാത് കണക്ടറുകളിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 വയറുകളുള്ള വയർ കണക്ടറാണ്. അത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഈ ബ്ലൂടൂത്ത് പാനലിൽ സോക്കറ്റ് ഉണ്ട്. അതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 വയറിൻ്റെ ഒരു വയർ കണക്ടറാണുള്ളത്. അത് അതിനടുത്തുള്ള സോക്കറ്റിലേക്ക് തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വീണ്ടും അതുപോലെ ഒരു 3 വയറിൻ്റെ വയർ കണക്ടർ കൂടിയുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ സോക്കറ്റായ റൈറ്റ് ചാനൽ, അതുപോലെ ലെഫ്റ്റ് ചാനൽ, ഒരു ഗ്രൗണ്ട്, അങ്ങനെ 3 കണക്ഷനുള്ള ഈ ഒരു സോക്കറ്റിലേക്കാണ് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നടുവിലൊരു സോക്കറ്റ് കൂടി ഫ്രീ ആയി കിടക്കുന്നുണ്ട് ഓക്സിലറി ഇൻപുട്ടിൻ്റെ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഈ ബ്ലൂടൂത്ത് പാനൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ 2 വയർ കൂടി ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുവാനുണ്ട്. അത് ഈ റെഡ് സോക്കറ്റിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള വയറുകളെല്ലാം നമ്മൾ ഈ ബ്ലൂടൂത്ത് പാനലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ എവിടെയൊക്കെ കൊടുക്കണമെന്ന് വഴിയെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 5 വോൾട്ട് സപ്ലൈ ആണ്. അത് VCC എന്നും ഗ്രൗണ്ട് എന്നും എഴുതിയിട്ട് 2 കണക്ഷനുകളാണുള്ളത്. VCC പോസിറ്റീവും ഗ്രൗണ്ട് നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 5 വോൾട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 7805 എന്ന റെഗുലേറ്റർ IC ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ പിൻ കണക്ഷനുകൾ വരുന്നത്. നമ്മളിതിലേക്ക് കൊടുക്കുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ ബാറ്ററിയോ നമുക്ക് ഈ USB പാനലിന് വേണ്ട 5 വോൾട്ട് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റർ IC ഇവിടെ ഉപയോഗിക്കുന്നത്.
ഇതിൻ്റെ അവസാനത്തെ പിന്ന് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ DC സോക്കറ്റിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ പിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് DC സോക്കറ്റിൽ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ നടുവിലായിട്ടൊരു പിന്ന് നിങ്ങൾക്കിവിടെ കാണാം. ആ പിന്ന് വരുന്ന ആ കണക്ഷനിലേക്കാണ് നമ്മൾ ഈ റെഗുലേറ്റർ ICയുടെ ആദ്യത്തെ പിന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ പിന്നാണ് കണക്ട് ചെയ്യാനുള്ളത്, ഗ്രൗണ്ട്, അതായത് നെഗറ്റീവിൻ്റെ കണക്ഷൻ. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് DC സോക്കറ്റിൽ മറ്റു ചെറിയ 2 പിന്നുകൾ കൂടിയുണ്ട്. ആ പിന്നുകൾ രണ്ടും ജോയിൻറ്റ് ചെയ്തുകൊണ്ട് അതിലേക്കാണ് ഈ റെഗുലേറ്റർ ICയുടെ രണ്ടാമത്തെ പിന്ന് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 7805ൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പിന്നുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പിന്നാണ് കണക്ട് ചെയ്യാനുള്ളത്. അതിന് ഇതുപോലൊരു റെഡ് വയർ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ റെഗുലേറ്റർ ICയുടെ മൂന്നാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ റെഗുലേറ്റർ ICയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആയിട്ടുള്ള 5 വോൾട്ട് സപ്ലൈ ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ നേരെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു സ്ലീവ് ഇട്ട് കൊടുത്തിട്ട് ഈ വയറിൻ്റെ മറുഭാഗം കണക്ട് ചെയ്യാൻ പോകുന്നത് സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്കാണ്. സ്വിച്ചിൻ്റെ താഴെയുള്ള ലെഗിൽ ആദ്യം കണക്ട് ചെയ്താൽ രണ്ടാമത്തേത് കണക്ട് ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ താഴെയുള്ള ലെഗിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് അതിന് മുകളിലേക്ക് നീക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ബ്ലൂടൂത്ത് പാനലിൻ്റെ സപ്ലൈ വയറുകളാണ്. ബ്ലൂടൂത്ത് പാനൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സപ്ലൈ വയറുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൻ്റെത് നെഗറ്റീവും VCC എന്ന് എഴുതിയിരിക്കുന്നത് പോസിറ്റീവുമാണ്. അത് മാറിപ്പോകാതെ തന്നെ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വയറുകളെല്ലാം ഉള്ളിലൂടെ കോർത്തെടുത്ത് ബ്ലൂടൂത്ത് പാനൽ അതിൻ്റെ കട്ടിങ്ങിലേക്ക് കടത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രൂ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ കണക്ഷനുകളൊക്കെ നോക്കിയിട്ട് കൊടുക്കണമെങ്കിൽ ഇതിങ്ങനെ തുറന്നു തന്നെ വെക്കണം. ഇനി നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള സപ്ലൈ വയറുകളാണ്. ഇതിൽ പോസിറ്റീവിൻ്റെ വയർ നീലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ VCC എന്ന് എഴുതിയിട്ടുള്ള കണക്ഷൻ നോക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. സ്വിച്ചിൻ്റെ ബാക്കിയുള്ള ആ ലെഗിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പോസിറ്റീവിൻ്റെ കണക്ഷൻ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ലീവ് അതിലേക്ക് നീക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ബോർഡിന് വേണ്ട നെഗറ്റീവ് കണക്ഷനാണ്. ഗ്രൗണ്ട് എന്നെഴുതിയിട്ടുള്ള കണക്ഷനിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് റെഗുലേറ്റർ ICയുടെ രണ്ടാമത്തെ പിന്നിലേക്കാണ്. ഇപ്പോൾ നമ്മൾ USB പാനൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 5 വോൾട്ടിൻ്റെ പോസിറ്റീവ് സ്വിച്ച് വഴിയും അതുപോലെ തന്നെ നെഗറ്റീവ് നേരിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കണക്ഷനാണ്. അത് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ കാണാം ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്, അങ്ങനെ 3 കണക്ഷനുകൾ. ഇതിലെ ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ RCA സോക്കറ്റുകളുടെ രണ്ടിൻ്റെയും ഗ്രൗണ്ടിൻ്റെ കണക്ഷനുകൾ ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഞാനിവിടെ എല്ലാം സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫ്ലെക്സ് കൂടി ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ 2 സോക്കറ്റുകളുടെയും ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ നന്നായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയർ ഒന്ന് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം ഇതിലെ നടുവിലെ ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്രൗണ്ടിൻ്റെ കണക്ഷനിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡിലുള്ളത് 2 ചാനൽ ഔട്ട്പുട്ടുകളാണ്. അത് ഓരോന്നും ഓരോ RCA സോക്കറ്റിൻ്റെ നടുവിലെ പിന്നിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ആദ്യത്തെ ചാനൽ ഞാനിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാനൽ രണ്ടാമത്തെ RCA സോക്കറ്റിൻ്റെ നടുവിലെ പിന്നിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മൈക്ക് പ്രീ ആംപ്ലിഫയറിൽ നിന്നും ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാനുള്ള കണക്ഷനുകളും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള കണക്ഷനുകളെല്ലാം വളരെ സിമ്പിളാണ്. G-Starന്റെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന USB പാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ഇനി നിങ്ങൾക്കിവിടെ കാണാം ഇതിൽ നിന്നുള്ള കണക്ഷനുകളെല്ലാം നമുക്ക് വയർ സോക്കറ്റുകൾ മാത്രമാണുള്ളത്. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എൻകോഡറിലേക്കുള്ള കണക്ഷനാണ്. എൻകോഡറിലുള്ള PCBയിൽ ഈ വയർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് അവിടെയുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ PCB ഇല്ലാത്ത വയർ നേരിട്ട് സോൾഡർ ചെയ്ത് ഉപയോഗിക്കേണ്ട വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ മൈക്ക് ആംപ്ലിഫയർ ചെയ്തതിൽ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയഗ്രവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് മൈക്കിൻ്റെ കണക്ഷനാണ്. ബോർഡിൽ PF4, M-, M+ എന്നിങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വരുന്ന 3 വയറുകൾ മൈക്ക് സോക്കറ്റിന്റെ PCBയിലുള്ള 3 പിന്നുള്ള സോക്കറ്റിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ മൈക്ക് സോക്കറ്റിലേക്കുള്ള കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കണക്ഷനുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു. ആദ്യത്തെ മോഡൽ ബോർഡായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സോൾഡർ ചെയ്യാനുണ്ടായിരുന്നു. ഈ മൈക്ക് സോക്കറ്റിൻ്റെ കണക്ഷനും അതുപോലെ എൻകോഡറിൻ്റെ കണക്ഷനും ഒക്കെ ഒരുപാട് നോക്കി കണക്ഷൻ കൊടുക്കുന്നതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ സോക്കറ്റ് ടൈപ്പ് ആയതുകൊണ്ട് ആർക്കും തന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള മൈക്ക് ആംപ്ലിഫയറും മൈക്ക് പ്രീ ആംപ്ലിഫയറും ഒക്കെ നിർമ്മിക്കാൻ സാധിക്കും. പിന്നെ G-Starന്റെ ഈ മോഡൽ ബോർഡിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അനൗൺസ്മെൻ്റ് ഇല്ല.
അതായത് മാർക്കറ്റിൽ സാധാരണ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബ്ലൂടൂത്ത് പാനലുകളിൽ നമ്മൾ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ മോഡുകളും വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കൊണ്ട് രാത്രിയിലും മറ്റുമൊക്കെ അത് ഭയങ്കര ശല്യമായിട്ട് മാറാറുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഈ ഒരു ബ്ലൂടൂത്ത് പാനലിൽ നമുക്ക് ഉണ്ടാവില്ല. അതുമാത്രമല്ല ഇതിൽ കണക്ഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെ വയർ സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏതൊരു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉപകരണം നിർമ്മിക്കാനും പറ്റും. ഇതിൽ നമുക്ക് ആകെ സോൾഡർ ചെയ്യാനുണ്ടാവുക ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്ന കണക്ഷനുകളും അതുപോലെ തന്നെ ഇതിലേക്ക് പവർ ഇൻപുട്ട് കൊടുക്കുന്ന 2 കണക്ഷനും, അത്രയും കണക്ഷനുകൾ മാത്രമാണുള്ളത്. പിന്നെ നമുക്ക് ആകെ സോൾഡർ ചെയ്യാനുള്ളത് റേഡിയോയുടെ ഒരു ആന്റിന വയർ മാത്രമാണ്. അത് ഇതുപോലൊരു ചെറിയ സിംഗിൾ വയറിന്റെ പീസ് എടുത്തിട്ട് ഇവിടെ ആന്റിന എന്നെഴുതിയ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നമുക്ക് സോൾഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ആന്റിനയുടെ കണക്ഷൻ ANT എന്നെഴുതിയിട്ടുള്ള ആ സോൾഡറിംഗ് പോയിന്റിൽ സോൾഡർ ചെയ്തിട്ട് ഈ കേസിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ വീടിന്റെ പുറത്തേക്കൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് FM റേഡിയോ ശ്രവിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൈക്ക് പ്രീ ആംപ്ലിഫയറിന്റെ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് സപ്ലൈ ആയിട്ട് കൊടുക്കുന്ന 12 വോൾട്ട് കണക്ട് ചെയ്യുന്നതിന് ഞാനിവിടെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അത് DC സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് കേസ് അടച്ചിട്ട് ബാക്കി ഇതിന്റെ സൗണ്ടും മറ്റു കാര്യങ്ങളുമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ മൈക്ക് പ്രീ ആംപ്ലിഫയർ വർക്കിംഗ് ആണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ വയറുകളെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. അതുപോലെ ഇതിന്റെ എൻകോഡറിന് നമുക്കൊരു നോബ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലൊരു റെഗുലേറ്റർ IC നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഹീറ്റ് ആകാതിരിക്കാൻ വേണമെങ്കിൽ ഇതുപോലൊരു ചെറിയ ഹീറ്റ് സിങ്ക് കൂടി വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിന്റെ കേസ് അടച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 12 വോൾട്ടിന്റെ അഡാപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ നിർമ്മിക്കാനുള്ള കാരണം ഇത് നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 12 വോൾട്ട് അഡാപ്റ്റർ AC-യിൽ നിന്നും കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. ഇത് നിങ്ങൾക്കൂടെ കാണാം, 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 12 വോൾട്ടിന്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ ഇതുപോലത്തെ ഒരു DC മെയിൽ പിന്ന് വയറോട് കൂടിയത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഈ DC സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വാഹനങ്ങളിലും ഉപയോഗിക്കാം. നമ്മൾ 5 വോൾട്ടിന്റെ അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് റെഗുലേറ്റർ IC ഒന്നും ഇതിനകത്ത് ആവശ്യം വരില്ല. എങ്കിലും നമുക്കിത് വാഹനങ്ങളിൽ അപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതുപോലെ 12 വോൾട്ട് അഡാപ്റ്ററിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ചാൽ നമുക്ക് വീട്ടിലും വാഹനത്തിലും ഒരേ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് മറ്റു ഉപകരണങ്ങളിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ 2 എൻഡിലും 2RCA പിന്നുകളുള്ള കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മൈക്ക് പ്രീ ആംപ്ലിഫയറിൽ ഒരു ഭാഗം കണക്ട് ചെയ്ത് രണ്ടാമത്തെ ഭാഗം ഇതുപോലത്തെ RCA പിൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ലൈൻ ഇൻ അല്ലെങ്കിൽ ഓക്സിലറി ഇൻപുട്ടുള്ള ഏതൊരു സൗണ്ട് സിസ്റ്റത്തിലേക്കും കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈക്കിൽ നിന്നുള്ള നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന ശബ്ദം ആ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കാം. RCA ഇൻപുട്ടിന് പകരം സ്റ്റീരിയോ സോക്കറ്റ് ഇൻപുട്ടുള്ള ഉപകരണങ്ങളിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ സ്റ്റീരിയോ ടു 2RC കേബിൾ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ RCA പിന്നുള്ള ഭാഗം നമ്മുടെ മൈക്ക് പ്രീ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റീരിയോ സോക്കറ്റ് ഓക്സിലറി ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഇതിൽ മൈക്ക് ഇൻപുട്ടൊന്നും ഇല്ലാത്തൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അതിൻ്റെ ഓക്സിലറി ഇൻപുട്ടിലേക്കാണ് നമ്മൾ മൈക്ക് പ്രീ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കാർ സ്റ്റീരിയോയിലേക്കും ഇതിൻ്റെ ഓക്സിലറി ഇൻപുട്ടിലേക്ക് മൈക്ക് പ്രീ ആംപ്ലിഫയറിൽ നിന്നും ഇതേ കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് പാനലിൻ്റെ കൂടെ ലഭിക്കുന്നത് അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു റിമോട്ട് കൺട്രോൾ തന്നെയാണ്. അതിൽ AAA സൈസിലുള്ള 2 ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നിർമ്മിച്ച മൈക്ക് പ്രീ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിലുള്ള ബട്ടണുകളും എൻകോഡറും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. റിമോട്ടിലുള്ള മോഡ് ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് മൈക്ക് ഓപ്ഷൻ എനേബിൾ ആക്കിയെങ്കിൽ മാത്രമാണ് മൈക്ക് വർക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്യുകയാണ്. ഹലോ 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 ഞാൻ ഇതിന്റെ ശബ്ദം ടെസ്റ്റ് ചെയ്യുന്നതിന് ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കേൾക്കാവുന്നതാണ്. മൈക്കിൽ നിന്ന് വളരെ നന്നായിട്ട് തന്നെ ശബ്ദം നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വഴി കിട്ടുന്നുണ്ട്. നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്ന മൈക്ക് പ്രീ ആംപ്ലിഫയർ എക്കോ അതുപോലെ കരോക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നമുക്കിതിലുള്ള എൻകോഡർ ഉപയോഗിച്ചിട്ടോ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇതിന്റെ ലെവൽ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാത്തരം ബ്ലൂടൂത്ത് ഉപകരണങ്ങളും പെയർ ചെയ്യുന്നത് പോലെ ഇത് ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നിന്ന് പ്ലേ ചെയ്യുന്നതെല്ലാം ഈ മൈക്ക് പ്രീ ആംപ്ലിഫയർ വഴി ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിലൂടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കും. ഹലോ 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 ഹലോ
ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാത്തതും മൈക്ക് ഇൻപുട്ട് ഇല്ലാത്തതുമായിട്ടുള്ള സൗണ്ട് സിസ്റ്റങ്ങളിലേക്ക് ഇതുപോലെ ബ്ലൂടൂത്തും മൈക്കും ഒക്കെ കണക്ട് ചെയ്യാൻ ഈ ഒറ്റ മൈക്ക് പ്രീ ആംപ്ലിഫയർ തന്നെ മതിയാവും. ഇനി മൈക്ക് വേണ്ട, ബ്ലൂടൂത്ത് മാത്രം കണക്ട് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത് കാണിച്ച മാജിക് ബോക്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സൗണ്ട് സിസ്റ്റവും വാഹനങ്ങളിലെ പഴയ കാർ സ്റ്റീരിയോ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും ഇതുവഴി നടക്കും. ഇതിൽ കാണിച്ചിരിക്കുന്ന മൾട്ടിപർപ്പസ് ക്യാബിനറ്റും ഇത് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങളും നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്